മോർണിംഗ്, വെൽക്കം ടു ആർ എൻ വ്ളോഗ്സ്. ഇന്ന് ഒരു പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇതിനു മുൻപ് നമ്മൾ എടുത്ത വീഡിയോ, ഉരുളൻകിഴങ്ങിൻ്റെ വീഡിയോ എല്ലാവരും നന്നായി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷം. എല്ലാവർക്കും ഓരോരുത്തരോടും പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് വളരെയധികം സന്തോഷം. ഇനിയും നിങ്ങളുടെ ഈ പ്രോത്സാഹനവും അഭിപ്രായങ്ങളും ഇതിന് നിങ്ങളെ അറിയിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്യാരറ്റിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കൽ കൂടെ വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾക്ക് ഏവർക്കും സുപരിചിതമായ ക്യാരറ്റ്. ഈ ക്യാരറ്റ് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു പച്ചക്കറി ഇനത്തിൽപ്പെട്ട ഒരു ഇതാണ് ക്യാരറ്റ്. അപ്പോൾ ഈ ക്യാരറ്റിനെ പറ്റിയാണ് ഇന്ന്. ഇത് എങ്ങനെ നമ്മൾക്ക് നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ കയ്യെത്തുന്ന ദൂരത്തിൽ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഈ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ അത് ഗുണമുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. മാർക്കറ്റിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പ്രത്യേകിച്ച് നോക്കി നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ സീഡ്സ് നോക്കാം. ഓക്കെ, സീഡ്സ് എവിടെയുണ്ട്? സീഡ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ ചെറിയ, നമ്മൾ ജീരകത്തിൻ്റെ ഒക്കെ പോലെയുള്ള ഒരു സീഡാണ് ഇതിൽ കാണാൻ നമുക്ക് സാധിക്കുക. വളരെ ചെറിയ ചെറിയ ഇതാണ് കാണുക. അപ്പോൾ ഇതിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്, ഇത് വിത്ത് പാവാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ബെഡ് എന്ന് പറയുന്നത് തികച്ചും എം സാൻഡിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എം സാൻഡ് എന്ന് വെച്ചാൽ തികച്ചും മണലല്ല, ഒരു വാർക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മണൽ, വാർക്ക മണൽ എന്ന് പറയും. അപ്പം അത് നമ്മൾ ഉപയോഗിക്കാൻ കാരണം എന്താ വെച്ചാൽ മണ്ണിൽ നമ്മൾ വിത്ത് വയ്ക്കുമ്പോൾ ഒരുപാട് കേടാവാനും ചീഞ്ഞു പോകാനും വേരിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എം സാൻഡ് ആകുമ്പോൾ ആ ഇഷ്യൂ ഉണ്ടാവില്ല. ഇപ്പം നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് ഓൾറെഡി ഡോളോമേറ്റ്, അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, ഇതെല്ലാം ഒരു 10-15 ദിവസം നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ച മിശ്രിതം ഇതിൽ ഓൾറെഡി ഞാനിതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നല്ലോണം ഇവിടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഓരോ സീഡുകളും നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോ സീഡുകൾ നമ്മൾ ഇപ്പം ഇതിൽ ഒരു 10-50 ചെടികൾക്കുള്ള സീഡ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്കതിനെ പ്ലേസ് ചെയ്യാം എല്ലാ ദിക്കിലും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുളയ്ക്കാനായിട്ട് കുറച്ച് സമയം പിടിക്കും. ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസമൊക്കെയാണ് ഇത് നോർമലായിട്ട് നമ്മളിങ്ങനെ മുളയ്ക്കാനായിട്ട് കണ്ടുവരുന്നത്, സമയമെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വിത്ത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് നല്ല വിത്തായിട്ട് നമുക്ക് നോക്കണം. നല്ല വിത്ത്, നല്ല എന്താ പറയുക, ഗുണമുള്ള വിത്തുകൾ എടുക്കണം. മാർക്കറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് വിത്തുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നല്ലോണം ശ്രദ്ധിക്കണം. അത് നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ ഓൾറെഡി നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ അധികം സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്ത് വയ്ക്കണം. ഒരു 7 to 10 days, 7 ദിവസം മുതൽ 10 ദിവസം വരെ നമുക്കിതിന് ഒരു തണലിൽ വെച്ചിട്ട് നമുക്ക് ഈ ചെടിയെ വളർത്തിയെടുക്കാം. അതിനുശേഷം അതിൻ്റെ പ്രത്യേക 2-3 രീതികളിൽ നമുക്കിതിനെ നടാനായിട്ട് സാധിക്കും. അതിൻ്റെ ടിപ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം അവസാനം വരെ. എല്ലാവരും ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം. ഇതിനു മുമ്പ് ചെയ്ത പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ക്യാരറ്റിൻ്റെ തൈകൾ തയ്യാറായി കഴിഞ്ഞു നടീലിന് വേണ്ടി. ഇനിയിപ്പോൾ നമ്മൾ അത് എങ്ങനെ നമ്മൾ അത് പ്ലാന്റ് ചെയ്യുന്നു, നടുന്നു എന്നുള്ള രീതിയാണ് ഇപ്പോൾ ഞാനിവിടെ കാണിക്കാൻ നിങ്ങൾക്ക് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഓൾറെഡി മണ്ണ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന വളം ചാണകപ്പൊടി, പിന്നെ അതുപോലെ തന്നെ ഈ ചകിരിച്ചോറ്, ട്രീറ്റഡ് ചകിരിച്ചോറാണ് അതുള്ളത്.
പിന്നെ വേപ്പും പിണ്ണാക്ക് എന്തിനാണ് നമ്മൾ ഇടുന്നതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വേപ്പും പിണ്ണാക്ക് ഇടുന്നത് കീടങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേപ്പും പിണ്ണാക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡോളമൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അത് കുമ്മായത്തിന്റെ ഒരു രൂപമാണ് ഡോളമൈറ്റ്. ഈ 4 മിശ്രിതം 4 സംഭവങ്ങൾ ഈ മണ്ണിൽ നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. പിന്നെ ആദ്യം നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇടും. ചാണകപ്പൊടി ഇട്ടു. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് ഈ നമ്മളുടെ ചകിരിച്ചോറ്, പിന്നെ വേപ്പും പിണ്ണാക്ക്, ഇതെല്ലാം കുറേശ്ശെ നമ്മൾ, അതുപോലെ ഈ ഡോളമൈറ്റിൻ്റെ പൊടി നമുക്ക് കുറച്ച് ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം നമ്മളുടെ മിശ്രിതം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, വീണ്ടും ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ചാണകപ്പൊടി, നമ്മുടെ ഈ ചകിരിച്ചോറ്, അതുപോലെ വേപ്പും പിണ്ണാക്ക്, ഡോളമൈറ്റ്. ഡോളമൈറ്റിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊരു പ്രത്യേകിച്ച് ഇനി ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യമില്ല. ഈ നമ്മൾ വേപ്പും പിണ്ണാക്ക് ഉപയോഗിക്കുന്നത് കീടശല്യങ്ങൾ, ഈ വേരുകളൊന്നും കേടായി പോകാതിരിക്കാനും ചീഞ്ഞു പോകാതിരിക്കാനും, അതുപോലെ തന്നെ ഈ പ്രാണികളുടെ ശല്യം, പുഴുക്കളുടെ ശല്യം, ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേപ്പും പിണ്ണാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളുടെ മിശ്രിതം ഇവിടെ ഓക്കെയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ മണ്ണിൻ്റെ മിശ്രിതം തയ്യാറാക്കുമ്പോൾ ഇതിൽ ഒരു ചെറിയ കല്ല് പോലും ഇല്ലാതിരിക്കാൻ പെട്ടെന്ന് വളരെയധികം സൂക്ഷിക്കണം. കാരണം ഇതിൻ്റെ ഈ ക്യാരറ്റിൻ്റെ റൂട്ട് നമ്മളെ ചെടിയിൽ നിന്നും താഴേക്ക് ആ വേരാണ് പോവുക. ഞാനത് കാണിച്ചു തരാം. അത് ഒരു ചെടി എടുത്തിട്ട് കാണിച്ചു തരാം. ആ റൂട്ട് എവിടെയെങ്കിലും വന്ന് തട്ടിക്കഴിഞ്ഞാൽ, കല്ലുമ്മ തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച അവിടെ മുരടിക്കും. പിന്നെ ക്യാരറ്റിന് വലിപ്പം നമുക്ക് കിട്ടില്ല. ഓക്കെ. അപ്പോൾ നമ്മൾക്കിനി ഇതിന് 2-3 രീതിയിൽ ഇപ്പം നമുക്ക് ചെയ്യാം ഇതിൻ്റെ പ്ലാന്റേഷൻ. ഒന്ന് നമ്മൾക്ക് നേരിട്ട് മണ്ണിൽ ചെയ്യാം, പിന്നെ ഗ്രോ ബാഗിൽ ചെയ്യാം. പിന്നെ സ്ഥലപരിമിതി ഉള്ളവർക്കാണ് ഈ ഗ്രോ ബാഗ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ, നമ്മൾ ഈ പെപ്സി, കൊക്കക്കോള, സ്പ്രൈറ്റ്, ഇതിൻ്റെയൊക്കെ 1.5 ലിറ്റർ 1 ലിറ്ററിൻ്റെയൊക്കെ വരുന്നതിൻ്റെ ആ ബോട്ടിലുകളുടെ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് പ്രകാരം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം, എങ്ങനെ നമ്മൾ ഈ പ്ലാന്റേഷൻ ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളുടെ ബോട്ടിൽ. ഇത് 2 ലിറ്ററിൻ്റെ സ്പ്രൈറ്റിൻ്റെ ബോട്ടിലാണ്. ഇപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഇതിൻ്റെ അടിവശം നമ്മൾ ഇത് കട്ട് ചെയ്ത് കാണാം. ഇവിടെ നമുക്ക് ഈ അടിവശം ഇതിൻ്റെ നമ്മൾ എക്സ് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെച്ചാൽ, ഇനി ഈ ഭാഗം അടിവശം നമ്മൾ വെള്ളം വാർന്നു പോകുന്നതിന്, ഇത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ക്യാരറ്റ് നടുമ്പോൾ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ജലാംശം മാത്രമേ ഇതിൽ നിൽക്കാൻ പാടുള്ളൂ. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, ഇതിൻ്റെ അടിയിലെ ഈ കോർക്ക് ആദ്യം നമ്മൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഹോൾ ഇടാം. ഒരു ഹോൾ ഇവിടെ ഇട്ടു. പിന്നെ ഈ സൈഡുകളിലും ഹോൾ ഇടാം. ഇതിൽ ഒരു 3-4 ഹോളുകൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് വെള്ളം സ്റ്റോർ ചെയ്യില്ല. അത് നേരെ താഴേക്ക്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിന് ഹോളുകൾ ഇടുന്നത്. ഈ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ അടിവശത്ത് കരിയില ഇടും. കരിയില ഇടുന്നതെന്ന് വെച്ചാൽ വെള്ളം വാർന്നു പോകാനുള്ള ഒരു ഫിൽട്രേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് കരിയില ഇടുന്നത്. അപ്പോൾ കരിയില നമുക്ക് ഇതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യാം. അടിവശത്ത് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല, ഒരു കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ തയ്യാറാക്കി കഴിഞ്ഞ മിശ്രിതം, ഈ മണ്ണിൻ്റെ മിശ്രിതം നമുക്ക് ഇതിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. ഇത് എന്നറിയുന്നവരെ ഈ മിശ്രിതം നല്ലപോലെ ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതെന്ന് വെച്ചാൽ, ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇപ്പം നമുക്ക് നോക്കാം, വെള്ളം ഇറങ്ങി പോകുന്നത്. ഇതൊന്ന് പടി കൊണ്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് കുത്തി കൊടുക്കാം. വെള്ളം പതുക്കെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പം മണ്ണ് താഴേക്ക് ഇങ്ങനെ അത് ഇരുന്ന് സെറ്റാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി എന്താ ചെയ്യേണ്ടത്, വീണ്ടും കുറച്ചുകൂടെ മണ്ണിടുക.
മണ്ണിടാം. ഏകദേശം ഇത്ര ഇതിൽ കൊണ്ടിട്ടാൽ മതി. ഇനി ഈ വെള്ളം ഇതിലേക്ക് ഇങ്ങനെ അബ്സോർബ് ചെയ്ത് ഇതിൽ വെള്ളം കെട്ടി നിൽക്കില്ല. ഇതിപ്പോൾ ഒന്ന് നനഞ്ഞു വരുന്നൊരു ടൈം പിടിക്കും. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് താഴേക്ക് വെള്ളം ഇത് ഔട്ടാവും. അതാണിപ്പോൾ ആദ്യത്തെ നമ്മളുടെ സ്റ്റെപ്പ് ഇതിൽ ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മളുടെ ക്യാരറ്റിൻ്റെ ചെടി നടാനുള്ള ഒരു പോട്ട് തയ്യാറായി കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് എത്ര പോട്ടിൽ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വയ്ക്കാം. 5 or 10 വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് ഞാനിതിൻ്റെ പ്ലാന്റേഷൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്തത് ഗ്രോ ബാഗിൽ എങ്ങനെയാണ് നടുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് കുറേ ദിവസം മണ്ണിട്ട് കൊടുക്കാം. എന്താ വെച്ചാൽ ഇത് മറിഞ്ഞു വരാത്ത രീതിയിൽ ഇങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ഈ ക്യാരറ്റിൻ്റെ ഈ ചെടികൾ നമുക്കൊന്ന് പറിച്ചു നോക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നടുന്ന സമയത്ത് പറഞ്ഞ പോലെ, ഇത് എം സാൻഡിലാണ് നമ്മൾ നട്ടിരിക്കുന്നത്. എം സാൻഡിൽ ഇതുപോലെ തന്നെ മിക്സ് ആയിട്ടിരിക്കുന്നത് ഈ ചകിരിച്ചോറ്, ചാണകപ്പൊടി, വേപ്പ് മണ്ണാക്ക്, ഇതെല്ലാം. എം സാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാർക്കയ്ക്ക് ഉപയോഗിക്കുന്ന മണൽ, വാർക്ക മണൽ, അതാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് വലിച്ചെടുക്കുമ്പോൾ റൂട്ട് പൊട്ടാതെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഇത് വലിച്ച് നോക്കാം. ഇതിൻ്റെ റൂട്ട് പൊട്ടാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ച് വലിക്കുക. നമുക്ക് ഇവിടെ കിട്ടി കഴിഞ്ഞു. ഈ റൂട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ റൂട്ടിലാണ് നമുക്ക് ക്യാരറ്റ് ഉണ്ടാകുന്നത്. ഈ റൂട്ട് ഇപ്പോൾ എവിടെയെങ്കിലും നല്ലൊരു കല്ല് വന്ന് ഇവിടെ വന്ന് ടച്ച് ആയി കഴിഞ്ഞാൽ അവിടെ ഇത് മുരടിച്ച് പോകും ഇതിൻ്റെ വളർച്ച. പിന്നെ നമുക്കിത് മുന്നിലേക്ക് ഇതിൻ്റെ വളർച്ച ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്ക് പതുക്കെ ഇതിലേക്ക് നമുക്ക് നട്ടു കൊടുക്കാം. ഒരു ഹോൾ ഉണ്ടാക്കി പതുക്കെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇതിൻ്റെ വേര് ഡാമേജ് ആവാതെ നോക്കണം. റൂട്ട് പതുക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ ഓരോ ചെടികളും നമുക്ക് വളരെ ശ്രദ്ധാപൂർവം വലിച്ചെടുക്കാം. ഇതിൻ്റെ റൂട്ട് ഒരു ഇതിൽ നമുക്ക് രണ്ട് ചെടി വീതം നമുക്ക് വെച്ച് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഒന്ന് അഥവാ നഷ്ടപ്പെട്ടാലും രണ്ടെണ്ണം ഒന്ന് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതൊരു ഹോൾ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് എടുക്കാം. ഇതിൽ നമ്മൾ ഈ ചവറ് കരിയിലിട്ട് കൊടുത്ത കാരണം ഇതിൽ എന്താ പറയുക, നീർവാഴ്ചക്ക് വളരെ സൗകര്യപ്രദമാണ്. ഇത് വെച്ചാൽ വെള്ളം ഇതിൽ ഒരിക്കലും കെട്ടി നിൽക്കില്ല. അടുത്തത് വരിക്കാം. 1-2 പ്ലാന്റ് നമുക്ക് ഇഷ്ടംപോലെ ചെടി വിത്തുകൾ മുളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1-2 വെച്ച് നമുക്ക് ഓരോന്നിലും 2 വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റിന് ആവശ്യമായിട്ടുള്ള വളം നമ്മൾ ഓൾറെഡി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു വളം നമ്മൾക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല. ഇനി അഥവാ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെന്ത് ചെയ്യണം, അത് മണ്ണ് ഇതിലേക്ക് വരില്ല. അപ്പോൾ അതിന് നമ്മൾ വെള്ളത്തിൽ അതിന് നല്ലപോലെ ആ വളത്തിനെ ലയിപ്പിച്ച് ഇതിലേക്ക് പതുക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴും ഇത് സെറ്റായി കഴിയും. ഇനി 2 ബോട്ടിലും കൂടി ഉണ്ട് നമ്മുടെ അതിലേക്ക് എടുക്കാം. 1, 2. രണ്ടാമത്തെ അവസാനത്തെയാണത്. ഇതും കഴിഞ്ഞു.
ഇത് അത്യാവശ്യം ഒരുപാട് സൂര്യപ്രകാശം ഇതിന് ആവശ്യമില്ല. എന്നാൽ സൂര്യപ്രകാശം നല്ലപോലെ അടിക്കാത്ത രീതിയിൽ ഒരു ചെറിയ തോതിൽ കിട്ടുമ്പോഴാണ് നനവ് നമുക്ക് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഒന്ന് സ്പ്രേ ചെയ്യുക, ബോട്ടിലെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അടുത്തത് നമുക്ക് ഗ്രോ ബാഗിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു എങ്ങനെ മിശ്രിതം ഇതിൻ്റെ തയ്യാറാക്കാം. മണ്ണിൻ്റെ മിശ്രിതം അവിടെ ബോട്ടിലുകളിൽ നമ്മൾ ഓൾറെഡി അത് മിശ്രിതം ഫില്ല് ചെയ്യുകയും അതിലേക്ക് പ്ലാന്റ് എടുത്ത് നടുന്നതും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് നമ്മളുടെ വെച്ച് കഴിഞ്ഞാൽ ഗ്രോ ബാഗുകളിലേക്കാണ്. ഗ്രോ ബാഗുകളിലേക്കും സെയിം മിശ്രിതമാണ്, എല്ലാം സെയിം ആണ്. പക്ഷെ ഇതുപോലെ തന്നെ ശ്രദ്ധിക്കണം, കല്ലുകളില്ലാതെ ഇരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ സിമെന്റ് ചാക്കിൻ്റെ ഇതിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് സിമെന്റ് ബാഗ് അല്ലെങ്കിൽ ഗ്രോ ബാഗ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ സൗകര്യം പോലെ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് എങ്ങനെയാണെങ്കിലും ചെയ്യാം. ഇപ്പം ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിലെ ഒരിക്കലും കല്ല് തട്ടാതെ സൂക്ഷിക്കണം. കല്ല് തട്ടരുത്, അതുപോലെ ഉറച്ച മണ്ണാവരുത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചകിരിച്ചോറ് മിശ്രിതം ഇതിൽ ചേർക്കുന്നത്. ഇതിലും നമ്മൾ വേപ്പൻ പിണ്ണാക്ക്, ഡോളോമൈറ്റ്, അതുപോലെ ഈ ചകിരിച്ചോറ്, ഇതെല്ലാം മിശ്രിതം എല്ലാം ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്തതാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് ഈ കീടങ്ങളുടെ ശല്യം ഉണ്ടാവില്ല ഇതിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് വീണ്ടും ഈ പ്ലാന്റേഷൻ ഇവിടെ ചെടി ഇത് ഇരിക്കുന്നുണ്ട്, ക്യാരറ്റിൻ്റെ തൈകൾ. ആ തൈകൾ നമ്മൾ ഇതിലേക്ക് പറിച്ചു നടാം. ശരിക്ക് ഇതിലും നല്ല രീതി വെച്ചാൽ നേരിട്ട് നമ്മൾക്ക് വിത്തുകൾ ഇതിലേക്ക് പാവാം. അപ്പോൾ പിന്നെ ഇളക്കിയെടുക്കുക, അതുപോലെ റൂട്ട് അതിൻ്റെ വേര് നഷ്ടപ്പെടുക, ചീഞ്ഞു പോകേണ്ട ഒരു ഇതുണ്ടാവില്ല. നമ്മൾ നേരിട്ട് വിത്തുകൾ ഈ ഗ്രോ ബാഗുകളിലേക്ക് നട്ട് അങ്ങനെയും വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഗ്രോ ബാഗിൽ നടുന്ന രീതി ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കുറച്ചിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് ഒന്ന് സോഫ്റ്റ് ആയിരിക്കും. നമുക്കിത് വലിച്ചെടുക്കുന്ന സമയത്ത് റൂട്ട് പൊട്ടാതെ നോക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ. ഇത് വലിയ ചാക്കായതുകൊണ്ട്, വലിയ ഗ്രോ ബാഗ് ആയതുകൊണ്ട് 2 or 3 തൈകൾ നമുക്കിതിൽ നടാനായിട്ട് സാധിക്കും. ഇപ്പോൾ 2 സ്ഥലത്ത് നമുക്കിങ്ങനെ രണ്ട് സ്ഥലത്ത് ഹോള് ഇടുക. നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. റൂട്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം, അത് ഇതായി പോകരുത്. റൂട്ട് താഴേക്ക് തന്നെ അത് എവിടെയും ബ്ലോക്ക് ആവാത്ത രീതിയിൽ പതുക്കെ മെല്ലെ ഇറക്കി മണ്ണിട്ട് കൊടുക്കാം. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ചെടി വളരുമ്പോൾ ഇതിൻ്റെ തലപ്പ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ വളരുമ്പോൾ കാറ്റ് പിടിക്കാതിരിക്കാൻ വേണമെങ്കിൽ നമുക്കൊരു സപ്പോർട്ട്, ചെറുതായിട്ടൊരു വടി സപ്പോർട്ട് ചെയ്ത് അതിലേക്ക് കെട്ടി കൊടുക്കുകയാണെങ്കിൽ ഉലച്ചിലുണ്ടാവില്ല. അതിൽ കാറ്റത്ത് ആടിയിട്ട് ഇതിൻ്റെ വേരുകൾക്ക് വാട്ടം സംഭവിക്കില്ല. അപ്പോൾ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഓരോരോ ഇതിലേക്ക് നമ്മൾ കുഴി കുത്തിയിട്ട് ആണ് നമ്മൾ ക്യാരറ്റിൻ്റെ ഇതിവിടെ നടുന്നത്. ഇതിൽ ഓരോന്നായിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. അങ്ങനെ നമ്മളുടെ ഗ്രോ ബാഗിലുള്ള എല്ലാ ഗ്രോ ബാഗുകളിലും നമ്മൾ ഈ ക്യാരറ്റിൻ്റെ തൈകൾ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഈ പകൽ സമയത്ത് പ്ലേസ് ചെയ്ത കാരണം കുറച്ചൊരു വാട്ടം പോലെയുണ്ട്. അത് നാളെ വെളിച്ചാകുമ്പോഴേക്കും അത് ചെടികളെല്ലാം എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങും. ഇന്നിപ്പോൾ കുറച്ച് ഈ സൂര്യപ്രകാശം ഇന്നിവിടെ ഒത്തിരി കുറച്ച് കൂടുതൽ സൂര്യപ്രകാശം കാണാം. നല്ല വെയിലാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു വാട്ടം ഈ ചെടികൾക്ക് ഉണ്ടാവും. അത് നാളേക്ക് അതോടുകൂടി തീർന്ന് കിട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ വെള്ളം ഈ ഒരു ചെടി കുറച്ച് വളർച്ച എത്തുന്നവരെ
ഇതിന് വെള്ളം അധികം ഒഴിക്കാതെ നോക്കണം. അത് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ തന്നെ അത് സ്പ്രേ ചെയ്ത് ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അതാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് ബോട്ടിലുകളിലേക്ക് പോകാം. ബോട്ടിലുള്ള ഇത് തന്നെയാണ്. ബോട്ടിലുകളിലും ചെറിയ വാട്ടം പോലെ കാണുന്നുണ്ട്, പക്ഷേ അതെല്ലാം ഒരു വെള്ളം ഒഴിച്ച് സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ്. അതെല്ലാം നാളെ വെളിച്ചാകുമ്പോഴേക്കും അതെല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് വരും. കുറച്ചും കൂടി തൈകൾ നമ്മളുടെ കയ്യിൽ ബാക്കി ബാലൻസ് വന്നു. അതിൻ്റെ വീണ്ടും നമ്മളതിനുള്ള ബെഡുകൾ തയ്യാറാക്കിയിട്ട് ഈ ബാഗിലോ ഗ്രോ ബാഗിലോ ഇതിലോ അല്ലാതെ കണ്ട് നേരിട്ട് നമുക്ക് ഭൂമിയിലേക്ക് പ്ലാന്റ് അതെന്താ പറയുക നട്ട് എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിനുള്ള പോട്ടാണ് ഈ കാണുന്നത്. പോട്ട് ഞാൻ സെറ്റായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇതിൽ ഇനിയും മിശ്രിതം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1.5 അടി ഹൈറ്റിൽ മണ്ണിട്ടിട്ട് അതിലേക്ക് മിശ്രിതം ചെയ്തതിന് ശേഷം ഈ പ്ലാന്റുകൾ വീണ്ടും നമ്മൾ അതിലേക്ക് പറിച്ചു നടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, വെയിൽ ഒരുപാട് പാടില്ല, എന്നാൽ നനവ് ഒരു വളർച്ചയെത്തുന്നവരെ ബോട്ടിലിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. ഇപ്പോൾ അതിൻ്റെ ചെറിയൊരു വാട്ടം കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യപ്രകാശം നന്നായിട്ടുണ്ട്, നല്ല വെയിലാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു പ്രശ്നങ്ങൾ ഇതിൽ കാണാനുണ്ട്. ഓക്കെ, ക്യാരറ്റിൻ്റെ കൃഷിയുടെ രീതികളെല്ലാം നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു, ആദ്യം മുതൽ അവസാനം വരെ. ഇനി നമുക്കതിൻ്റെ വിളവെടുപ്പ് ഞാനൊരു സെപ്പറേറ്റ് ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എനിക്ക് വീണ്ടും ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കൃഷിയുടെ ആയാലും കലാപരമായിട്ടായാലും കുറേ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പച്ചക്കറിയുടെ വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത കൃഷിയാണ് നമ്മളുടെ കവുങ്ങ്, പി വി സി കുരുമുളക് എങ്ങനെ PVC-യിൽ പടരും അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമ്മൾ പല 2 ഷോർട്ട് വീഡിയോ ആയിട്ടും കാണിച്ചിട്ടുണ്ട്. അത് വളരെയധികം സക്സസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീണ്ടും കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, എന്നാലാണ് അതിൻ്റെ മുഴുവൻ ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ കവുങ്ങ്, അതും ഒരുപാട് നമ്മുടെ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ വീഡിയോകളും കാണാത്തവർ വീണ്ടും കണ്ടവരായാലും അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും റിവ്യൂ ചെയ്യുക. എല്ലാ അഭിപ്രായങ്ങളും, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എപ്പോഴും ഞങ്ങളെ അറിയിക്കുക, എഴുതി അറിയിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ഇടുക, എന്തെങ്കിലും ചെയ്യണം. അത് നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും സപ്പോർട്ട് കിട്ടാനുമുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ RN വ്ലോഗ്സ് ഇവിടെ സൈനിങ് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും നിങ്ങളെല്ലാവരും ഈ നമ്മുടെ ചാനലിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വീണ്ടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സൈനിങ് ഓഫ്.